എല്ലാവർക്കും നമസ്കാരം. കിച്ചു സുധി. നമ്മൾ വീണ്ടും കിച്ചുവിൻ്റെ ഒരു വിഷയമായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ പോസിറ്റീവ് മാത്രമേ സംസാരിക്കൂ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ളവർ ചെയ്യുന്ന തോന്നിവാസങ്ങളും ജനങ്ങളെ പറ്റിക്കുന്നതും ഉടായ്പകളൊക്കെ വിളിച്ചു പറയാൻ വേണ്ടിയാണ് നോർമലി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്. ഇവിടെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കിച്ചുവിനെ കുറിച്ചാണ്. കിച്ചുവിനെ കുറിച്ച് ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ ആർട്ടിസ്റ്റ് ബീന ആൻ്റണി. ബീന ചേച്ചിയുടെ ഹസ്ബൻഡും നടനുമായ മനോജേട്ടനാണ്. മനോജേട്ടൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പോൾ മനോജേട്ടനാണ് പുലിമുരുകനിൽ ഡാഡി ഗിരിജയ്ക്ക് ഡബ് ചെയ്തേക്കുന്നത്. അതുപോലത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് അദ്ദേഹം ഡബ് ചെയ്തിട്ടുണ്ട്. മനോജേട്ടൻ സാധാരണ ഇത്തരം വിഷയങ്ങളൊന്നും അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല. ഞാൻ കിച്ചുവിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ച് കണ്ടപ്പോൾ ശരിക്കും ഒരു വണ്ടർ അടിച്ചു പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം സംസാരിച്ച് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ലെവലുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ആ ഒരു വിഷയം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ, ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മനോജ് എന്ന് പറയുന്ന വ്യക്തി കിച്ചനെ കുറിച്ച് സംസാരിച്ച കാര്യം ഒന്ന് റിയാക്ട് ചെയ്യാമോ? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ റിയാക്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് റെലവൻ്റ് ആണെന്ന് തോന്നി. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, കിച്ചുവിൻ്റെ ഒരു വ്ളോഗ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കിച്ചു കൊടുത്ത പോഡ്കാസ്റ്റ്, മാഹിൻ മച്ചാൻസ് വ്ളോഗിൽ കിച്ചു കൊടുത്ത പോഡ്കാസ്റ്റ്, ആ പോഡ്കാസ്റ്റിൽ അവിടെ പോയപ്പോൾ തന്നെ കിച്ചുവിൻ്റെ സുഹൃത്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഒരു വ്ളോഗായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം കൂടി നമുക്ക് ഇവിടെ വയ്ക്കാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബാക്കി ആ ഫുൾ വ്ളോഗ് കാണാൻ കിച്ചുവിൻ്റെ ചാനലിൽ തന്നെ പോയി കാണുക. കാരണം അവൻ ആ വ്ളോഗ് ഇട്ടേക്കുന്നത് അവൻ്റെ ചാനലിൽ വ്യൂസ് വരാൻ വേണ്ടിയാണ്, റീച്ച് വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളത് മുഴുവൻ എടുത്ത് ഇവിടെ കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ കാണിച്ചിട്ട് അതിനെക്കുറിച്ചും സംസാരിക്കാം. അപ്പോൾ നമുക്ക് മനോജേട്ടൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് മനോജേട്ടന് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇന്നലെ രാത്രിയാണ് ഒരു വീഡിയോ ഉണ്ട്, ഒരു പോഡ്കാസ്റ്റ്. അതായത് ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റി അല്ല, പക്ഷേ അത്യാവശ്യം ഒരു ചെറിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു അനുഗ്രഹീതനായ കലാകാരൻ്റെ, നമ്മളെയൊക്കെ വിട്ടുപോയ ഒരു അപകടത്തിൽ വിട്ടുപോയ, നമ്മളെയൊക്കെ കൂടെ ചിരിപ്പിച്ച മിമിക്രി കലാകാരൻ, ചലച്ചിത്ര നടൻ, സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയൊക്കെ വളരെയധികം ആരാധകരെ നേടിയ കൊല്ലം സുധി, അദ്ദേഹത്തിൻ്റെ മരണം ഒരു വല്ലാത്ത ഒരു ഞെട്ടലുളവാക്കിയ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ അതിനുശേഷം പിന്നീട് കൊല്ലം സുധി വളരെയധികം ചർച്ചാ വിഷയമായി. കൊല്ലം സുധിയുടെ ഫാമിലിയും എല്ലാവരുടെ ഇടയിലും ചർച്ചാ വിഷയം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. സുധിയുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്നാണ് കൂടുതൽ ജനങ്ങൾ അറിയുന്നത്. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും കോൺട്രവേഴ്സിയും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ അത് പറയേണ്ട ആവശ്യമില്ല. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കിച്ചു. അതായത് സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ. അമ്മയെ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ അവനെ വിട്ടുപോയി. സുധി അച്ഛനാണ് വളർത്തിയത്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ രണ്ടമ്മമാർ വന്നെങ്കിലും ഈ പത്തമ്മ ജമിഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് പറയുന്ന പോലെ അതൊക്കെ അവൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞ ജേണി അങ്ങനെയായിരുന്നു. അച്ഛനും കൂടെ പോയതോടെ അവൻ പരിപൂർണ്ണമായി അനാഥനായി. അവനെ അച്ഛൻ്റെ രക്തത്തിൽ പറഞ്ഞ ഒരു അർത്ഥ സഹോദരൻ അവനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേദം കൊണ്ടല്ല, സുധി എനിക്ക് തോന്നുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടത് മരിച്ചതിന് ശേഷം. അത് പല രീതിയിലും, നല്ല രീതിയിലും എല്ലാം ആളുകൾക്ക് സുധിയുടെ മരണത്തെ, സുധിയെ കണ്ടത്, അല്ലെങ്കിൽ സുധിക്ക് ആ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യണം, സുധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകൾ, അതൊക്കെ നമ്മളറിയാം, നമുക്കറിയാം. പിന്നെ അതോടൊപ്പം തന്നെ വിവാദങ്ങളും വന്നിട്ടുണ്ട് സുധിയുടെ പല കാര്യങ്ങളും ചൊല്ലി. പക്ഷേ ഇവിടെ ഒന്ന് ഈ മകൻ അച്ഛൻ്റെ മരണത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. കാരുണ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സിമ്പതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അതിനെ വെച്ച് അതിനെ വെച്ചിട്ട് അവനൊരിക്കലും അവനൊന്നും ചെയ്തിട്ട് അവൻ ഒതുങ്ങി, അവൻ വളരെ അവൻ ഒതുങ്ങി, അവനിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്ന, അതായത് അല്ലാണ്ട് സുധിയുടെ മരണത്തെ അവനൊരിക്കലും എടുത്തിട്ട് അവന് ജീവിക്കാനുള്ള ഒരു വരുമാനമാക്കിയൊന്നും അവൻ മാറ്റിയില്ല. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കിച്ചുവിൻ്റെ പോഡ്കാസ്റ്റ് റിയാക്ട് ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചു ഇതുവരെയും കൊല്ലം സുധിയുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. എവിടെയും ഞാൻ കൊല്ലം സുധിയുടെ മകനാണ്, കിച്ചു സുധിയാണ് എന്നും പറഞ്ഞ് അവൻ സംസാരിച്ചിട്ടില്ല. അവൻ കിച്ചുവാണ്, ഞാൻ രാഹുൽ ദാസ് അല്ലെങ്കിൽ കിച്ചുവാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ അച്ഛൻ മരിച്ചുപോയി, ആ സിമ്പതിയിൽ ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചിട്ടില്ല. എവിടെയും അവൻ അങ്ങനെ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഒരു വീഡിയോയിലും അവൻ്റെ വ്ളോഗിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെവിടെയും ഈ മീഡിയക്കാർ സംസാരിക്കുമ്പോഴായിക്കോട്ടെ കിച്ചു സുധി എന്ന് പറഞ്ഞ് അറിയപ്പെടാൻ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ മാഹിൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് സുധിയുടെ മകൻ എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്ന കാലത്ത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കിച്ചു രാഹുൽ ദാസ് എന്ന പേരിൽ തന്നെ അവൻ്റെ, അല്ലെങ്കിൽ ലൂപ്സി ബൈ കിച്ചു എന്ന് പറയുന്ന അവൻ്റെ ബ്രാൻഡിൻ്റെ പേരിൽ തന്നെ അവൻ അറിയപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബ്രാൻഡ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കിച്ചുവിനെ സ്നേഹിക്കുന്ന അമ്മമാരുണ്ട്, കിച്ചുവിനെ സ്നേഹിക്കുന്ന സഹോദരങ്ങളുണ്ട്. സോ അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് അവരൊരു നല്ല നിലയിലെത്തണം, അവൻ്റെ ബ്രാൻഡ് നല്ല നിലയിലെത്തണം, അവൻ എല്ലാവർക്കും അസൂയാവഹമായ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അവൻ്റെ യാത്ര അവൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരും ഒക്കെ അവൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനയും അവൻ്റെ ഒപ്പമുണ്ട്. മനോജേട്ടൻ ഇതിനകത്ത് പറയുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ മരിച്ചുപോയി,
ഇപ്പോൾ കൊല്ലം സുധി മരിക്കുന്ന സമയത്ത് ഞാൻ കൊച്ചിയിലാണ്. അന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഇദ്ദേഹത്തിനോട് ആ കാറിനകത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മഹേഷ് കുഞ്ഞുമോൻ, മിമിക്രി കലാകാരൻ. മഹേഷ് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. അത് പറയാണ്ടിരിക്കാവേ, മഹേഷിന് അന്നത്തെ ഫേസ് ഒക്കെ അത്രമാത്രം മാറി ഒരുപാട് സർജറികൾ ചെയ്തിട്ടാണ് മഹേഷിൻ്റെ ലൈഫ് തിരിച്ചു കിട്ടിയത്. ഇപ്പോഴും എന്തൊക്കെയോ സർജറികൾ ബാക്കിയുണ്ട്, പല്ലിൻ്റെയും അങ്ങനെ കുറേ സർജറികൾ ബാക്കിയുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മഹേഷിൻ്റെ നേട്ടങ്ങൾ, നമുക്കെല്ലാവർക്കും അഭിമാനം ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് മഹേഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മിമിക്രിയിലേക്ക് തിരിച്ചു വന്നു, മിമിക്രി പല രാജ്യങ്ങളിലും പോയിട്ട് പെർഫോം ചെയ്യുന്നു. നമ്മൾ വീണ് പോവാം, ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുന്നവനാണ് വിജയ് എന്ന് പറയുന്നത്. അതുപോലെ കിച്ചു ഒരു സമയത്ത് വീണ് പോയിരുന്നു. അവൻ്റെ കുട്ടിക്കാലം അവൻ നമ്മുടെ മുന്നിൽ വന്ന് സംസാരിച്ചതാണ്. അവൻ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്, അവൻ എന്തൊക്കെ ട്രോമകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ അവൻ പെട്ടുപോയ സാഹചര്യങ്ങളൊക്കെ അവൻ വന്ന് സംസാരിച്ചതാണ്. അവിടെ നിന്ന് അവൻ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് നമ്മുടെ മുന്നിൽ ഇപ്പോൾ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കുവാണ്. സ്വന്തം അച്ഛൻ്റെ പേര് സംരക്ഷിക്കാൻ വേണ്ടി, നല്ല പേരിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അവൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിലൂടെ ആണെങ്കിലും അവൻ ചെയ്യുന്ന വ്ളോഗുകളിലൂടെ ആണെങ്കിലും. ഉറപ്പായിട്ടും കിച്ചുവിൻ്റെ പേര് പറയുമ്പോൾ എല്ലാവരും കൊല്ലം സുധിയുടെ മകൻ എന്ന് പറയുമ്പോൾ അവിടെ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ആ മനുഷ്യന് അഭിമാനിക്കാവുന്ന ലെവലിലാണ് അവൻ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവൻ്റെ കൂടെ സുധി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആത്മാവും അതുപോലെ തന്നെ ദൈവവും കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് അവനെ വീഴ്ചയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മനോജ് ഈ പറഞ്ഞ കാര്യം 100% സത്യമാണ്. കിച്ചു ഒരിക്കലും സുധിയെ വിറ്റ് ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല. ബാക്കി കേൾക്കാം. അപ്പോൾ അതൊക്കെ അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ ആ പയ്യനെക്കുറിച്ച് ഒരുപാട് കോൺഗ്രന്റ് ആരോപണങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അവനതിനേക്കാൾ വളരെ പക്വതയുടെയും പാകതയുടെയും തന്നെ നേരിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നത് ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടൊരു മക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സായിരിക്കും അവർക്ക്. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ അവന് പരിപൂർണ്ണ സ്നേഹവും സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛനമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ അത് നമുക്കതിൻ്റെ വില അറിയുള്ളൂ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഈ അടുത്തിടെ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഒരു വാർത്ത അമ്മയുടെ തലക്കടിച്ചു, മകൻ ഒരു അമ്മയുടെ തലക്കടിച്ചു കൊന്നു, പെറ്റമ്മയുടെ. ഇന്നലെ അച്ഛനെ തലക്കടിച്ചു കൊന്നൊരു മകൻ. പിന്നെ അതിന് മുമ്പ് ഒരു അച്ഛനെ അമ്മയും കൊന്നൊരു മകൻ. ഇതൊക്കെ ചെറുപ്പക്കാരാണ്, 20-22 വയസ്സൊക്കെയുള്ള പിള്ളേരാണ് ഈ പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. അതിന് മുമ്പ് അപ്പോൾ തന്നെ ഞാൻ കേട്ട ഒരു അമ്മയുടെ മാല അവനും മകനും കൂട്ടുകാരനും കൂടെ വീട്ടിൽ നിന്ന് കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് പോയി. കണക്കത്തിൽ പിടിച്ച് എല്ലാം ഉണ്ട് കഴിക്കുള്ളിൽ. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭയാനകമായ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ കുട്ടികൾ ഈ പ്രായത്തിലുള്ള പിള്ളേർ ഇങ്ങനെ ആയിപ്പോകും? അവർക്ക് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ വേറെയാണ്. പോകും അവരുടെ സുഹൃത്തുക്കൾ, അവർക്ക് ലാവിഷായിട്ട് ജീവിക്കാൻ പൈസ വേണം. അച്ഛനമ്മ എന്നൊക്കെ പറയുന്നത് ഒരു ATM പോലെയാണ്. അത് പൈസ കൊടുത്തില്ലെങ്കിൽ ATM തല്ലിപ്പൊളിക്കുന്ന പറഞ്ഞ അവസ്ഥയാണ്. 13 വയസ്സുള്ള പെൺകുട്ടി സ്വന്തം മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 13 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെയൊക്കെ മനസ്സെന്തായിരിക്കും? അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു? അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ പ്രചോദനം, ഇതെല്ലാം അതിനെ സ്വാധീനിക്കാം. ഇപ്പോൾ കിച്ചുവിൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അവൻ ആ ഒരു 16, 17, 18 വയസ്സ് വരെ എന്ന് പറയുന്നത് അവൻ പറഞ്ഞ കഥപ്രകാരം അവൻ ജീവിച്ച സാഹചര്യം, അവൻ്റെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു. അവൻ ഈ പറയുന്ന പല പദാർത്ഥങ്ങൾക്കും അടിമയായി പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവന് വഴിതെറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അവൻ ആ വഴിയിലൂടെ സഞ്ചരിച്ച് അവിടെ നിന്നാണ് അവൻ തിരിച്ച് ലൈഫ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ച് ലൈഫിലേക്ക് തിരിച്ചു വന്നത്. അങ്ങനെ തിരിച്ച് വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അവൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു. ഇനി അവൻ്റെ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ അവനെ വലിച്ചു കയറാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നവരോട് വെറും സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ എത്രമാത്രം അവനെ വലിച്ചു കയറാൻ വേണ്ടി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുന്നോ അത്രമാത്രം അവന് വേണ്ടിയുള്ള സപ്പോർട്ടും അവന് വേണ്ടി സംസാരിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം അവനെ ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് മേളിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ എത്രമാത്രം അവനെ തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ആരായാലും, അവനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ ആരായാലും, എത്രമാത്രം അവനെ തകർക്കാനും അവനെ തളർത്താനും ശ്രമിക്കുന്നോ അത്രമാത്രം അവൻ ഉയർന്നുകൊണ്ടേയിരിക്കും. അതിന് ഒരു സംശയവും വേണ്ട. ബാക്കി ലഹരിക്ക് അടിമപ്പെടുക, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള മനസ്സ്, ക്രൂരമായ മനസ്സ്, മൃഗങ്ങൾ പോലും മാറി നിൽക്കുന്ന അത്രയും വലിയൊരു മൃഗങ്ങൾ പോലും ചെയ്യില്ല അങ്ങനെയൊന്നും. അതുപോലത്തെ മനസ്സാണ് ഈ മനുഷ്യർക്കുള്ളത്. ഈ തലമുറയ്ക്ക് എന്ത് പറ്റി? ഇവിടെ നമ്മുടെ മകനെ, നമ്മുടെ വീട്ടിലൊരു 20-22 വയസ്സുള്ള ഒരു മകനുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. ആ മകനെ പോലും നമുക്കിങ്ങനെ ഭീതിയോടെ കാണേണ്ട അവസ്ഥയാണ്. കാരണം ദൈവം നമ്മളെ വല്ല ആക്രമിക്കുമോ, നമ്മളെ കൊല്ലുമോ? കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ ചെയ്യാല്ലേ? ഇവിടെയാണ് ഞാൻ ഈ കിച്ചു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ, സത്യം പറഞ്ഞാൽ അവന് വഴിതെറ്റി പോകാനുള്ള എല്ലാ ചാൻസ് ഉണ്ടായിട്ടും അവൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവനെ കണ്ടിട്ടുമില്ല. പക്ഷേ അവൻ ഇരിക്കുന്നതും സംസാരിക്കുന്നതും കാണുമ്പോൾ അറിയാം വളരെ പാകതയും പക്വതയുള്ള, ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വീക്ഷണമുള്ള, സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം, പഠനം പൂർത്തിയാക്കണം, സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് സ്വപ്നങ്ങളുണ്ട് അവന്. അതൊക്കെ അവന് ചെയ്യണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് അവനിൽ എന്താണോ കഴിവുള്ളത് അത് വെച്ച് അവൻ ചെയ്യുന്നു. അല്ലാണ്ട് ആരും അച്ഛൻ്റെ മരണത്തെ ചൂഷണം ചെയ്ത് അച്ഛൻ്റെ മരണത്തിൻ്റെ പേര് പറഞ്ഞ് കാരുണ്യം കൈപ്പറ്റാനോ, ക്യാമറകളൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ ഒന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടൂ, എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി എങ്ങനെയെങ്കിലൊക്കെ ശ്രദ്ധ പിടിച്ച് പറ്റി അങ്ങനെ പോകുന്ന ഒരാളൊന്നും അല്ലാതെ. അതൊക്കെ ഇങ്ങനെ നമുക്കറിയാലോ, സമൂഹത്തിൽ അങ്ങനെ കുറേ ആളുകളുണ്ട്. അതിനെ ചൂഷണം ചെയ്യുക, എന്നിട്ട് സഹതാപം ഉണ്ടാക്കുക, സിമ്പതിയുടെ പുറത്ത് കുറച്ച് ടോളറേറ്റ്സ് എന്ന് പറയുന്ന പോലെ സിമ്പതിയുടെ പുറത്ത് ഇങ്ങനെ ജീവിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ. അവർക്ക് ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. കുറച്ച് നാൾ ക്യാമറകൾ കണ്ടില്ലെങ്കിലോ ക്യാമറകളില്ലെങ്കിലോ അവർക്ക് അസ്വസ്ഥയും അപ്പോൾ തന്നെ ആരെങ്കിലും വിളിക്കും, ഒരു ഇൻ്റർവ്യൂ നടത്തുക, അല്ലെങ്കിൽ ഒരു ഉഗ്രൻ കോൺട്രവേഴ്സി, ഒരു വിവാദം ഉണ്ടാക്കുക, എന്നിട്ട് അതൊന്ന് ചർച്ച ചെയ്യുക എല്ലാവരും. അങ്ങനെ അവർക്ക് ജീവിതത്തിൽ സമൂഹത്തിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്.
എന്നിട്ട് ആളുകളുടെ സിമ്പതി വാങ്ങിച്ച് പറ്റിയിട്ട് വേണം ഓരോന്നൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കുറേ കാലമായിട്ട് പിക്ചറിലേ ഇല്ലായിരുന്ന വ്യക്തി പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വിളിച്ചു കൂടുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇൻ്റർവ്യൂ വിളിക്കുന്നു, അത് ചർച്ചയാവുന്നു, അത് വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നു, അതിനകത്ത് പലരുടെയും പേരുകൾ വലിച്ചടക്കപ്പെടുന്നു. പക്ഷേ ഇതിനൊന്നും കിച്ചുവില്ല. ഇവിടെ ഒന്നും കിച്ചുവില്ല. കഴിഞ്ഞ എത്രയും നാളുകളായിട്ട്, കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് അവനെ പുറകെ നടന്ന് വേട്ടയാടുകയാണ് പല രീതിയിൽ. അതിനകത്ത് അവൻ്റെ ഭാഗത്ത് വന്ന ഒരു മിസ്റ്റേക്ക്, ആ ഹോസ്പിറ്റലിൽ പോയി കാണണമായിരുന്നു. ആ സമയത്ത് അവൻ വീട്ടിൽ വന്നു, കാണാൻ പോകാൻ പറ്റിയില്ല, പോയില്ല, അവൻ തിരിച്ചു വന്നു. അത് അവൻ്റെ താല്പര്യമാണ്, അവൻ്റെ ഇഷ്ടമാണ്, പോകണോ വേണ്ടോ എന്നുള്ള കാര്യം അവൻ്റെ ഇഷ്ടമാണ്. അവൻ പോയി കണ്ടില്ല, തിരിച്ചു വന്നു. അതിൻ്റെ പേരിലും ഇപ്പോഴും അവനെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ അവന് നിരന്തരം വേട്ടയാടും തോറും അവന് വേണ്ട പബ്ലിക് സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അവൻ മോശപ്പെട്ട വഴിയിലേക്ക് പോകാത്തിടത്തോളം കാലം ഈ പബ്ലിക് അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ചോദിക്കുക, ഈ പബ്ലിക് പണ്ട് എവിടെ പോയിരുന്നു? പണ്ട് അവനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇങ്ങനൊരു വ്യക്തി ഉള്ളത് പോലും ആർക്കും അറിയില്ല. അവൻ എന്താണ്, എന്ത് ചെയ്യുന്നു ആർക്കും അറിയില്ല. പക്ഷേ അവൻ്റെ ലൈഫ് എന്ന് മുതലാണ് പബ്ലിക് അവനെ സ്നേഹിച്ചു തുടങ്ങിയത്. അവൻ്റെ ലൈഫ് സ്റ്റോറി ആൾക്കാരുടെ മുന്നിൽ അവൻ പറഞ്ഞപ്പോൾ പിന്നെയും അവൻ പ്രതികരിക്കാൻ വേണ്ടി തന്നെ പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്. ഈ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ വായിക്കകത്ത് കമ്പിട്ട് കുത്തിയിട്ട് നീ പറയടാ എന്ന് പറയുന്ന പോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ ചെയ്യില്ല. അവൻ്റെ പരിപാടികളായിട്ട് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവന് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും അവൻ താഴേക്ക് വീഴില്ല. ഇനി അങ്ങനെ വീഴുന്നുള്ള പ്രതീക്ഷകളൊന്നും ആർക്കും വേണ്ട. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം അവൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അവനൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്, അവനൊരു എയിമുണ്ട്, അവനൊരു ഫോക്കസ് ഉണ്ട്. ആ ഫോക്കസിലൂടെ അവൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാണ്. ബാക്കിയൊക്കെ പക്ഷേ ഇന്ന് ഈ കള്ളത്തരങ്ങളും കള്ളനാണയങ്ങളൊക്കെ കാലം തിരിച്ചറിയും. അത് ഈ സപ്പോർട്ട് ചെയ്തവർ തന്നെ മനസ്സിലാക്കുക. എന്തിനേയും വെച്ച് സഹതാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊന്നും അത്ര നല്ലതല്ല. പക്ഷേ ഇവൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവനതൊന്നും ചെയ്യുന്നില്ല. അതാണ് ഇവൻ്റെ ക്വാളിറ്റി. ഇന്നത്തെ ചെറുപ്പക്കാരൻ കണ്ടുപിടിക്കട്ടെ. അവൻ്റെ ഈ ഒരു ആർജവം, അവനൊരു വീട് പണിയണം, അവനൊരു സ്ഥലം വാങ്ങിക്കണം, ഈ വർഷമെങ്കിലും എനിക്ക് അടുത്ത വർഷമെങ്കിലും ഒരു സ്ഥലം വാങ്ങിക്കണം. അവൻ്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളിലേക്ക് അവൻ വെറുതെ ഇരിക്കുകയല്ല. അവനതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എനിക്ക് താന്നും പറഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ ഓരോന്ന് സംരംഭങ്ങൾ തുടങ്ങുന്നു. അവൻ്റേതായ രീതിയിൽ അവൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അവനത് ചെയ്താണ് അവൻ പോകുന്നത്. അത് അവൻ്റെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ചെറുപ്പക്കാർക്കൊരു മാതൃകയാണ്. അവനൊരു 10 കാശ് അവൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ആരെയും വിറ്റിട്ടോ ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പൊന്നോനെ കിച്ചു, നിനക്കുണ്ടാ ഒരു നിൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു ഞാൻ അതിനൊന്നുമല്ല. കേരളത്തിൽ ഒരുപാട് പേര് നിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, സുധിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നിനക്ക് തീർച്ചയായിട്ടും നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നെ സ്നേഹിക്കുന്നവർ, നിനക്ക് അനുഗ്രഹം തരുന്നവർ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഒരു പിതാവിനെ പോലെ അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് അതുപോലെ കണ്ട് നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അതിൽ തീർച്ചയായിട്ടും നിനക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിനക്ക് പൂവണിയട്ടെ മോനെ. നീ ഒരു യുവതലമുറയ്ക്ക് ഒരു മാതൃകയായി നീ മാറണം. അച്ഛനും അമ്മയും ഇല്ലെങ്കിലും അനാഥനാണെങ്കിലും ഞാൻ ഇങ്ങനെ ജീവിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല വഴികളിലൂടെ പോയി യാതൊരു മോശം കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ മോശം വഴികളിലൂടെ പോകാതെ യുവതലമുറയ്ക്ക് നീ ഒരു മാതൃകയായി മാറണം എന്നാണ്. ഓക്കെ, അപ്പോൾ മനോജേട്ടൻ ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ കിച്ചുൻ്റെ ലൈഫ് കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് കുട്ടികളുണ്ട്. അവർ ചിലപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ സംരക്ഷണമില്ലാതെ, അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അവർക്ക് നോക്കാൻ പറ്റാതെ ഇവരുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ആ സമയത്ത് ഈ ബന്ധുക്കൾ കുറച്ച് നാളൊക്കെ ഭക്ഷണം കൊടുത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ സഹോദരൻ്റെ മോനല്ലേ, അല്ലെങ്കിൽ സഹോദരൻ്റെ മോനല്ലേ, അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ പിടിച്ച് നിർത്തും. ചെറിയ ചെറിയ പണികളൊക്കെ അവർ ചെയ്ത് സഹായിക്കും. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ 1-2 മാസം കഴിയുമ്പോൾ ആ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ആ കുഞ്ഞിനോട് ഒരു ഒരു കല്ലുകടി തുടങ്ങും. ആ കല്ലുകടി മെല്ലെ മെല്ലെ മുറുമുറുപ്പായിട്ട് മാറി ചിലപ്പോൾ ആ വീട്ടിലുള്ള വേറെ ആരുടെങ്കിലും പറഞ്ഞ് ഇവൻ ഇവിടുന്ന് പോവില്ലേ, നമുക്ക് ബാധ്യതയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കും. അത് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കി. ഇവിടെ കിച്ചുവും അച്ഛനില്ല, അമ്മയില്ല, അവനവൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ നിൽക്കുന്നു. എന്നാൽ അവർ ഇതൊന്നും പറയാതെ അവനെ പൊന്നുപോലെ ആ വീട്ടിൽ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫാമിലി കിട്ടിയതാണ് അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു പക്ഷേ കിച്ചു ഇന്ന് ഈ ഒരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 75-80% റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്നത് ആ ഫാമിലിക്ക് തന്നെയാണ്. ആ വല്യച്ഛനും ആ വല്യമ്മയും അല്ലെങ്കിൽ ആ അച്ഛമ്മയും ഒക്കെ തന്നെയാണ് അവൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് അവനെ എത്തിച്ചത്. ഈ ഒരു ഉയർച്ച അവനുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ മനസ്സും അവൻ്റെ മനസാന്നിധ്യം, അവന് രക്ഷപ്പെടണം, അവന് നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെ പേര് വീണ്ടെടുക്കണം എന്നുള്ള അവൻ്റെ മനസാന്നിധ്യം, ഇത് തന്നെയാണ് അവനെ ഈ നിലയിലേക്ക് അവനൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതും അതിൻ്റെ സെയിൽസുമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ പോഡ്കാസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കാര്യം പോലും അവൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല. ആരെക്കുറിച്ചും ഒരു വാക്ക് പോലും അവൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല. അതാണ് അവൻ്റെ ക്വാളിറ്റി. അവനവൻ്റെ അച്ഛനെക്കുറിച്ചും അച്ഛനോടുള്ള അവൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും അച്ഛന് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മളത് സംസാരിച്ച കാര്യമാണ്. അതൊക്കെയാണ് അവൻ സംസാരിക്കുന്നത്. അതാണ് അവൻ്റെ ക്വാളിറ്റി. കൊല്ലം സുധിയെക്കുറിച്ച് പറയുമ്പം ഒരുപാട് നെഗറ്റീവുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൈസ മേടിച്ച കൊടുക്കാത്തവനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, കള്ളുകൂടിയനാണ്, ഇങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു വ്യക്തിക്കും എന്തൊക്കെയോ നല്ല ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു. ആ നല്ല ക്വാളിറ്റികളാണ് കിച്ചുവിലേക്കും
കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നമുക്കിനി കിച്ചുവിൻ്റെ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കാം. കിച്ചു ഈ പോഡ്കാസ്റ്റിന് പോകുന്ന സമയത്ത് എടുത്തൊരു വ്ളോഗാണ്. സോ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. അവർ ഈ ബ്രാൻഡിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. മച്ചാൻ വ്ളോഗ്സിൽ മാഹിൻ മച്ചാൻ്റെ ചാനലിൽ വന്ന പോഡ്കാസ്റ്റ്, അത് കിച്ചുവിൻ്റെ സുഹൃത്താണ് ഷൂട്ട് ചെയ്തത്, ആ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് അവിടെ പോയ കാര്യങ്ങളും അവിടെ ചെന്നതിന് ശേഷം സംഭവിച്ച ഇവരുടെ സംസാരങ്ങളും ഒക്കെ കുറച്ച് ഭാഗമൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം. ഹലോ ഗൈസ്, കുറെ നാൾക്ക് ശേഷം ഓർമ്മയുണ്ടോ? ഹലോ അങ്ങനല്ലേ, ഒരാൾ കൂടെ ഉണ്ട്, ആശിക്കുണ്ട്. ജയജിത്തും ആഷിക്കും കിച്ചുവിൻ്റെ സുഹൃത്തുക്കളും സമ്മതിച്ചേ പറ്റൂ. ഇവൻ്റെ ബാക്ക് ബോൺ പില്ലേഴ്സ് എന്ന് പറയാൻ ഈ ഫാമിലിക്കൊപ്പം തന്നെ, ഈ വല്യച്ഛനും വല്യമ്മയും അച്ഛമ്മയും അവർക്കൊപ്പം തന്നെ ഈ പറഞ്ഞ 2 സുഹൃത്തുക്കൾ. പിന്നെ വേറെ ആൾക്കാരുണ്ടായിരിക്കും, പക്ഷേ ഇവരെ 2 പേരാണ്, ആഷിക്കും ജയജിത്തും. ഇവരാണ് എപ്പോഴും കാണുന്നത്. മുൻപ് നമ്മൾ ഇവരെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചു ഒരു ദിവസം ഈ 2 സുഹൃത്തുക്കളായിട്ട് വന്നിട്ട് കാറിനകത്ത് ഇരുന്നിട്ട് പല ആൾക്കാരെയും എന്തൊക്കെയോ സംസാരിച്ച സമയത്ത് നമ്മൾ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടുകെട്ടുകൾ നല്ലതാണ്, നല്ല കൂട്ടുകെട്ടുകൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കിച്ചുവിൻ്റെ പോക്കിനകത്ത് ഈ 2 സുഹൃത്തുക്കൾ അവൻ്റെ അസറ്റ്സ് തന്നെയാണ്. എന്തിനും അവർ കൂടെ ഉണ്ട്. അവരാണ് അവൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരാണ് അവൻ്റെ ബാക്ക് ബോൺസ് എന്ന് പറയുന്നത്. അവരാണ്, അതിലൊരാളാണ് ജയജിത്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത്. കാണാൻ ബാക്കി. അത് കുഴപ്പമില്ല, അത് എഡിറ്റിംഗ് പൈസ വേണം. അങ്ങനെയാണോ? നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ണ്ട് എല്ലാവരും ഉണ്ട്. കൊണ്ട് നമ്മൾ മാക്സിമം സംസാരിക്കണം. അതാ എന്താന്ന് വെച്ചാൽ ബാക്കി കാണാം. ഓക്കെ, ഞാൻ ഇത്ര വയ്ക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ കിച്ചുവിൻ്റെ ചാനലിൽ തന്നെ പോയി കാണുക. അതിനകത്ത് അവർ ആ പോഡ്കാസ്റ്റിൻ്റെ എൻ്റെ വീഡിയോ കംപ്ലീറ്റ് അല്ല എങ്കിൽ പോലും കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന കാഴ്ചകളും ഒക്കെ അവർ ക്യാപ്ചർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കിച്ചുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവന് സംസാരിക്കാൻ, അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ സ്ഫുടമായിട്ട് അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അവന് പറ്റില്ല എന്നൊരു ധാരണ അവനുണ്ട്. പക്ഷേ ആ പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അതൊന്നും തോന്നിയില്ല. നല്ല സ്ഫുടമായിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് മറുപടികളാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്, വളരെ പോസിറ്റീവായിട്ട്. സോ അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. എനിവേ, മനോജേട്ടൻ പറഞ്ഞ കാര്യം അത് വളരെ റെലവൻ്റായ കാര്യമാണ്. കിച്ചു ആരെയും വിറ്റ് ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ കിച്ചു ആരുടെയും മരണം വിറ്റ് ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവൻ്റെ കഴിവ് കൊണ്ടും അവൻ്റെ കാഴ്ചപ്പാടുകൾ കൊണ്ടും മുന്നോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആരൊക്കെ എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും അവനെ തളർത്താൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.